ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നമ്മുടെ ഫൗണ്ടന്റെ ഫിൽട്ടർ സിസ്റ്റം സെറ്റ് ചെയ്യാനാണ്. അതായത് 100 ലിറ്ററിന്റെ ഒരു ബാരൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള കൂട, പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള സ്പോഞ്ചും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ സെറാമിക് റിങ്ങാണ് വെക്കുന്നത്, നല്ല ഗുഡ് ബാക്ടീരിയസ് വളരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന്റെ വിശേഷം ഫുള്ള് കാണാം. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നോക്ക്, അപ്പം നിങ്ങൾക്കും ഉപകാരമായിട്ടിരിക്കും. ഒരു നിമിഷം എനിക്ക് വേണ്ടി നമ്മുടെ വീഡിയോ നിങ്ങൾ പുതുതായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല, എന്നാലേ നമ്മുടെ അപ്ഡേറ്റ് വരത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ഇറക്കി കൊടുക്കണം, കണ്ടില്ലേ? പിന്നെ ബാക്കിയൊക്കെ ഇതിൻ്റെ താഴോട്ട് നമ്മൾ പ്ലംബിംഗ് ലൈൻ ചെയ്യണ്ടേ. ഇതിങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇറക്കി വയ്ക്കാനാണ്. നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു ടീ ബെൻഡ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും കുറച്ച് എക്സസ് പീസ് കൊടുത്തിട്ട് ഇപ്പുറത്തും 2 ടീ ബെൻഡ് വെച്ച് ഒട്ടിച്ചാൽ വെള്ളം ഇങ്ങനെ സ്പ്ലിറ്റ് ആയി വീഴും. നമ്മൾ ഈ പൈപ്പ് വെക്കാനുള്ള രീതിക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി ഇതുപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്ത് നമ്മളിതുപോലെ ജോയിൻ്റ് അടിക്കാനായിട്ടാണേ. ഇതുപോലെ 2 പീസ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒട്ടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അതിനുവേണ്ടി നമ്മളിത് ഒട്ടിക്കുന്നില്ല. ഇതിങ്ങനെ സ്റ്റക്കാക്കി നിർത്തുക, നിന്നോളും. നല്ല പിടുത്തം ഉണ്ട്. വേണ്ടല്ലോ ഇപ്പം എത്രയാണ്. അപ്പം വെള്ളം അവിടെ നിന്ന് വരുമ്പോൾ ഇതുവഴി സ്പ്ലിറ്റ് ആയിക്കോളും. അപ്പം നമ്മളിത് ഫുള്ളും ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്ത് ഈ പൈപ്പ് ഇറക്കാനായിട്ടാണ് ഇവിടെ നമ്മൾ ഹോൾ അടിക്കുന്നത്. അപ്പം നമ്മളിത് ഇറക്കി വയ്ക്കാനായിട്ടാണ്. നമ്മളപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്യണം. കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയപ്പോൾ ഇത് ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഇത് ഇന്നറാണ്. അതായത് ഇതിൻ്റെ അകത്താണ് വെള്ളം പോയി ഫിൽട്ടറായി മേളി വന്ന് ഇതുവഴി ഔട്ട് വരുന്നത്. പിന്നെ ഇവിടെ കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് വാഷ് ചെയ്ത് വിടുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വാൾവ് കൊടുക്കുന്നത്. നമ്മൾ 2 യൂണിയൻ മേടിച്ചിട്ടുണ്ട്. ഈ യൂണിയന് ഒന്ന് ഇവിടെയും ഒന്ന് നമുക്ക് ഇവിടെയും കൊടുക്കണം. ബോൾ വാൾവ് കൊടുത്ത് ഔട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മളിത് 2 മേടിച്ചിട്ടുണ്ട്. ഇത് 1.25 ഇഞ്ചിൻ്റെ ആണേ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പൈപ്പും 1.25 തന്നെ. എൽബോ, ടീ ബെൻഡ് എല്ലാം 1.25 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രം ഹോൾ ഇടാം. ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോൾ ഇടണം. നമ്മളിത് ഇതുപോലെ ഒരു ഔട്ട് വാൾവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് താഴെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ താഴെ കൊടുത്ത് ബാക്ക് വാഷിനുള്ള വെള്ളത്തിനുള്ള പൈപ്പാണ്. ഇതിൽ നമ്മളൊരു ക്ലോസ് വാൾവും വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബാക്ക് വാഷ് ചെയ്ത് വിടാം. അപ്പം ഈ മോട്ടറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ല അത്യാവശ്യം നല്ല പവറുള്ള മോട്ടറാണ്. ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഈ ഔട്ട്ലൈനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പം വെള്ളം നല്ലോണം ഫിൽട്ടറായി മീഡിയേറ്റർ വഴിയൊക്കെ കയറി വന്ന് ഫിൽട്ടറായി ഔട്ട് വന്നേക്കും. നമുക്ക് ഇത് നമ്മുടെ പൗണ്ടിൽ സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഹോസ് എടുത്ത് വെച്ചേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറിലുള്ള ലൈന് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. അതേപോലെ നമ്മുടെ ഈ കണക്ടർ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ പൈപ്പിൽ നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് ഇതും ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യും. അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ അകത്താ ഈ പൈപ്പ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ സാമ്പിൾ കാണിച്ചാണ്. അപ്പോൾ നമുക്ക് ബാക്കി ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ മോട്ടർ നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് എത്രയ്ക്കും ഫോഴ്സിൽ വെള്ളം വരും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളപ്പോൾ മോട്ടർ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാ. ആണാ മോട്ടർ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട്. നല്ല ഫോഴ്സ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്യണം. നമ്മളിത് ഇതുപോലെ നല്ലവണ്ണം കഴുകണേ. ഇതിലുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളയണം. ചെറിയ പൊടിയൊക്കെ കാണും. അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം നല്ലവണ്ണം കളഞ്ഞ് നല്ലവണ്ണം കഴുകെടുക്കണം. നമ്മളപ്പോൾ ഒരു 5-6 തവണ, 7 തവണ എങ്ങാണ്ട കഴുകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം കഴുകിയ ചാർക്കോൾ ഇടാം. അപ്പം വെള്ളം നല്ലവണ്ണം തെളിഞ്ഞു വരും കേട്ടോ. ഇതുപോലെ എല്ലാ ചാർക്കോളും. ഇത് നമ്മൾ മീഡിയം സൈസ് ഉള്ളതാണ്, ചെറുത്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി വലുത് നമ്മളിതിൻ്റെ മേളിൽ ഒരു ലെയർ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ അടുത്തിടുന്നതാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനി അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സൈസ് ചാർക്കോൾ ഇടുന്നത്. നല്ലോണം കഴുകണം. കാരണം എന്താ കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ കരിയാവുന്ന വെള്ളം മൊത്തം കരിയായി പോകും. നല്ലോണം കഴുകിയെടുക്കാം. നമ്മൾ ഈ തലകാണിയുടെ സ്പോഞ്ചില്ലേ, ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഒരു ലെയറായിട്ട് വെക്കാൻ എടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ്. ഇത് ഒറിജിനൽ സ്പോഞ്ച് അല്ല. ഇത് നമുക്ക് അത്യാവശ്യം ചീത്തയായി പോകത്തൊന്നുമില്ല. അത്യാവശ്യം നല്ല മീഡിയേറ്ററായിട്ട് തന്നെ ഇത് യൂസ് ആവും. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഓരോന്നും നമ്മളിത്
ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ പതുക്കെ പതുക്കെ ഓരോരോ സൈഡ് ഇങ്ങനെ വെച്ച് വിട്ടാൽ മതി. ഇനി ഈ വലിയ ലെയർ കരികളൊക്കെ നമ്മൾ ഈ അടുത്ത ലെയറിലോട്ട് ഇടുവാണേ. സ്പോഞ്ച് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇടുക. നമ്മൾ ഇപ്പോൾ ഈ ഫിൽറ്റർ ചാർക്കോളിൻ്റെ മേലെ ഒരു ലെയർ നമ്മളിങ്ങനെ വെച്ച് വിടും. ഇപ്പം നമ്മൾ നാലാമത്തെ ലെയർ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ തവണ വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചില്ല, ഈ സ്പോഞ്ചാണ്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ സെറാമിക് റിങ് ഇടാൻ പോവാം. ഇനി നമ്മളിതുപോലെ സെറാമിക് റിങ് ഉണ്ട്, ഇതുപോലെ ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാൻ. ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ കാണും. ഇത് പിന്നെ നമ്മൾ ലൂസായിട്ട് മേടിച്ചതാണ്. അപ്പോൾ അതും നമുക്ക് ചുമ്മാ അങ്ങനെ നോർമലായിട്ട് ഇട്ട് വിടാം. ഇതിനകത്ത് പൊടിയും കാര്യങ്ങളും കാണാം. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് വെള്ളത്തിൽ ഇട്ട് ഒന്ന് കഴുകിയിട്ട് നമ്മൾ അതിലിടുന്നത്. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളർ മാറി കണ്ടില്ലേ? അതുകൊണ്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വേണം ഇടാൻ. നമ്മളിതുപോലെ ഫുള്ളും അടുക്കി വയ്ക്കുക. ഇതിൽ നല്ല ഗുഡ് ബാക്ടീരിയസ് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വയ്ക്കുന്നത്. ഇനി ഈ സെറാമിക് റിങ്ങൊക്കെ ഇങ്ങനെ ചുമ്മാ ഇട്ട് വിടാം. ഇനി ഒരു ലെയർ നമ്മൾ മെറ്റൽ ഇടാൻ പോവാണ്. ഇത് നല്ലവണ്ണം കഴുകിയിട്ട് വേണം ചാക്കിലാക്കി അതിൻ്റെ അകത്ത് നമ്മൾ സെറ്റാക്കാൻ. ഈ സവാള ചാക്ക് എന്ന് പറയും, സവാളയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ മെറ്റൽ ഇറക്കാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കാനും വെക്കാനും എളുപ്പമാണ്, കഴുകാനും എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫുള്ള് മെറ്റൽ നിറയ്ക്കാൻ പോവാം. ഇതുപോലെ നമ്മൾ ഫുള്ള് നല്ലോണം കഴുകണേ. മെറ്റലുള്ള അഴുക്കെല്ലാം പോവും. നമുക്ക് അവിടെ ഇടുമ്പോൾ അഴുക്കാവത്തുമില്ല, വൃത്തിക്കിരിക്കുകയും ചെയ്യും. നമ്മൾ ലാസ്റ്റ് ലെയറായിട്ട് ഓടും കഷ്ണം ഇടുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നല്ലോണം ആദ്യമേ കഴുകണേ. കഴുകിയിട്ട് അഴുക്കുള്ളതുകൊണ്ട് കഴുകിയതാണ്. കഴുകിയിട്ട് ഇതുപോലെ പൊട്ടിക്കുക. കഴുകിയിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് ഒരു ലെയർ നമ്മൾ ഇട്ട് വിടാം. ഓടും കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ചാക്ക് ചുറ്റും നമ്മളൊന്ന് ഇങ്ങനെ ഒരു മീഡിയേറ്റർ പോലെ ഇട്ട് വിടുക. ഗൈസ്, നമ്മുടെ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഇതിലൊരു ചെറിയ പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്ലൈന് നല്ല ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം നമ്മൾ അടച്ച് കഴിഞ്ഞിട്ട് ഓവർഫ്ലോ ആയി പോവുക. അപ്പം നമ്മൾ ഒരു ഔട്ടും കൂടി കൊടുക്കുക. അപ്പം ഇത് 1.5 ഇഞ്ചിൻ്റെ കൊടുക്കുന്നത്, 1.25. ഇത് നമ്മളിപ്പോൾ 1.5 കൊടുക്കണം. നമുക്ക് കുറച്ചുകൂടി ഫോഴ്സിൽ പോയി വെള്ളം വീഴും. നമുക്ക് ഇതുവഴി നിറഞ്ഞ് വെള്ളം ഔട്ട് പോകത്തില്ല. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ വഴി കൂടി സെറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടൊരു ഔട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിൽറ്റർ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ 2 ഔട്ട് കൊടുത്തപ്പം വെള്ളം ഇവിടുന്ന് ഓവർഫ്ലോ ആവുന്നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇനി വെള്ളം ഫിൽറ്റർ ആവും. അപ്പോൾ നമ്മൾ ഇനി ഇത് ഒരു മിനിമം ഒരു 3-4 മണിക്കൂർ റൺ ചെയ്യുക. കാരണം ഇപ്പോൾ തുടങ്ങിയുള്ളതുകൊണ്ട് രാത്രിയായി. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 3-4 മണിക്കൂർ നല്ലോണം റൺ ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെള്ളം തെളിഞ്ഞ് കിട്ടും. അപ്പം വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്തോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.